എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജീഷ്. അങ്ങനെ നമ്മുടെ 12 kg വെയിറ്റ് ലോസ് ചലഞ്ച് തുടങ്ങിയിട്ട് ഇന്നേക്ക് 15 ദിവസം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വെയിറ്റ് നോക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് എൻ്റെ വെയിറ്റ് 71.6 കിലോ ആയിരുന്നു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ വീണ്ടും വെയിറ്റ് നോക്കി. അന്ന് 3 കിലോ ആണ് എൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ആഴ്ച 3 കിലോ കുറഞ്ഞു. ഇനി രണ്ടാമത്തെ ആഴ്ച എത്ര കിലോ ആണ് കുറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ ഇന്നാണ് നോക്കാൻ പോകുന്നത്. അതായത് 2 ആഴ്ചയും കഴിഞ്ഞ് അടുത്ത ദിവസം 15ാമത്തെ ദിവസം രാവിലെയാണ് നമ്മൾ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി വെയിറ്റ് നോക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ 15 ദിവസവും ഈ വെയിറ്റ് ലോസ് ജേർണിയിൽ ഞാൻ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിച്ചത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ഡെയിലി വീഡിയോസിന്റെ അവസാന ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വരിക. എത്ര വെയിറ്റ് കുറഞ്ഞു എന്ന് നമ്മൾ നോക്കുന്നതിന് മുമ്പേ നമ്മൾ ഈ ഒരു 2 ആഴ്ചത്തെ എക്സസൈസ് ആൻഡ് ഡയറ്റ് പാറ്റേൺ എങ്ങനെയായിരുന്നു എന്ന് പെട്ടെന്ന് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഈ ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ ആഴ്ച നമ്മൾ ചെയ്തത് ഫുഡിന്റെ പോർഷൻ കൺട്രോൾ ആണ്. നിങ്ങൾ എത്രയാണോ ഭക്ഷണം കഴിച്ചിരുന്നത് അതിന്റെ അളവ് കുറച്ചു കൊണ്ടുവന്നു. അപ്പൊ അതിൽ തന്നെ പിന്നെ നമുക്ക് വിശന്ന് കഴിഞ്ഞാൽ കൂടുതലായിട്ട് പച്ചക്കറികള്, പഴവർഗ്ഗങ്ങള്, സാലഡുകള് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളെ വിശപ്പിനെ കൺട്രോൾ ചെയ്തു. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്തത് മധുര പലഹാരങ്ങള്, ബേക്കറി ഐറ്റംസ്, ജങ്ക് ഫുഡുകൾ ഇതിന്റെയൊക്കെ അളവ് മാക്സിമം കൺട്രോൾ ചെയ്തു എന്നുള്ളതാണ്. അതായത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാതെ ഇതൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നു. കൂടാതെ അരിയാഹാരവും ഗോതമ്പും ഒന്നും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയില്ല. പകരം നമ്മൾ അളവ് കുറച്ചുകൊണ്ട് വന്നു എന്ന് മാത്രം. ഇനി എക്സസൈസിന്റെ കാര്യം പറയുവാണെങ്കിൽ അതും നമ്മൾ ഗ്രാജുവലി ആയിട്ട് മാത്രമാണ് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നത്. അതായത് സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു 10 മിനിറ്റ് എക്സസൈസിലാണ് നമ്മൾ തുടങ്ങിയത്. പിന്നീട് ദിവസം കൂടുന്തോറും പതിയെ 15, 20 എന്നുള്ള രീതിയിൽ പതിയെ സമയം എക്സസൈസ് ചെയ്യുന്ന സമയം കൂട്ടിക്കൊണ്ടുവന്നു. അതോടൊപ്പം ഏത് എക്സസൈസ് ആണോ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് ആ എക്സസൈസ് ആണ് ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് കൺവീനിയന്റ് സൂംബ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്ത് സൂംബ ഡാൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ചെയ്ത് 7ാമത്തെ ദിവസം എത്തിയപ്പോഴേക്കും രാവിലെയും വൈകിട്ടും 30 മിനിറ്റ് എക്സസൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അവസാനിപ്പിച്ചത്. സോ ഇത്രയൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് വീക്കിൽ ഫുഡിലും എക്സസൈസിലും കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ. ഇനി രണ്ടാമത്തെ ആഴ്ച എത്തിയപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഡയറ്റിന്റെ കാര്യത്തിൽ വരുത്തിയിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് അതിന്റെ ടൈമിങ്ങിലാണ്. അതായത് നമ്മൾ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിലേക്ക് നമ്മൾ കടന്നു. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഭക്ഷണം കഴിക്കുക, 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുക, ഈ ഒരു രീതിയാണ്. ഇനി എന്റെ റുട്ടീൻ പറയുവാണെങ്കിൽ രാവിലെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ തുടങ്ങി വൈകിട്ട് 5 മണിയാകുമ്പോഴേക്കും ഭക്ഷണം നിർത്തുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. അതായത് ഏകദേശം 16 മണിക്കൂർ കംപ്ലീറ്റ് ഫാസ്റ്റിംഗ് ആണ്. ആ സമയത്ത് നമുക്ക് വെള്ളം മാത്രമേ നമ്മൾ കുടിക്കുന്നുള്ളൂ, അല്ലാതെ മറ്റ് ആഹാരങ്ങളൊന്നും തന്നെ നമ്മൾ കഴിക്കുന്നില്ല. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതോടൊപ്പം തന്നെ രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മൾ ഫുഡ് കുറച്ചും കൂടി കൺട്രോളിൽ കൊണ്ടുവന്നു. അതായത് അരിയാഹാരം നമ്മൾ ഒഴിവാക്കിയിട്ടില്ല, പകരം ഒരു 3-4 തവണ ആഴ്ചയിൽ കഴിക്കുന്ന രീതിയിലേക്ക് അതിനെ ചുരുക്കി. അതോടൊപ്പം തന്നെ ചപ്പാത്തിയുടെ അളവ് കുറച്ചു. അതായത് നമ്പർ ഓഫ് ടൈംസ് നമ്മൾ കഴിക്കുന്ന ചപ്പാത്തിയുടെ എണ്ണം കുറച്ചു. അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് പച്ചക്കറികള്, പഴവർഗ്ഗങ്ങള്, പയറുവർഗ്ഗങ്ങള്, സാലഡുകള് ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി. ഇനി എക്സസൈസിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ 6 ഡേ എക്സസൈസ് പ്ലസ് 1 ഡേ റെസ്റ്റ് എന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പ്രാക്ടിക്കലി നമ്മൾ ചെയ്തു വന്നപ്പോൾ ഏകദേശം 3 ദിവസത്തോളം എനിക്ക് പേരിന് മാത്രമേ എക്സസൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ പ്രധാന കാരണം PMS ആണ്. പലർക്കും അറിയായിരിക്കും, പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം. അതായത് നമ്മൾ മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ പല ആളുകളിലും നടുവേദന, ശരീരവേദന, ക്ഷീണം, തളർച്ച ഇതുപോലുള്ള ചില സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. എനിക്ക് അങ്ങനെ സിംറ്റംസ് ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ബോഡിയെ എക്സസൈസ് ചെയ്തിട്ട് ഒരു ഹെവി എക്സസൈസിലേക്കൊക്കെ പോയിട്ട് ബോഡിയെ ടോർച്ചർ ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് ഒഴിവാക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഞാൻ വളരെ ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതും ഒരു മാക്സിമം ഒരു 10 മിനിറ്റ്, ഒരു 5-10 മിനിറ്റ് മാത്രം എക്സസൈസ് ചെയ്തു. അത് തന്നെ ലൈറ്റ് ആയിട്ട് ചെയ്തു. കൂടെ നമ്മുടെ എല്ലാ ജോയിന്റിനും ജസ്റ്റ് ഒരു മൂവ്മെന്റ് കൊടുക്കുന്ന രീതിയിൽ മാത്രം ചെയ്തിട്ട് നിർത്തി. സോ ഈ ഒരു രീതിയിൽ ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്തിട്ട് സെക്കൻഡ് വീക്കിൽ എൻ്റെ എത്ര വെയിറ്റ് ആണ് കുറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. 15ാമത്തെ ദിവസം രാവിലെയാണ് ഞാൻ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ വെയിറ്റ് 66.6 കിലോഗ്രാം ആണ്. അതായത് ഏകദേശം 2 കിലോ ഞാൻ ഈ ഒരാഴ്ച കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ 12 kg വെയിറ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത ശേഷം 2 ആഴ്ച കൊണ്ട് ഞാനിപ്പം കുറഞ്ഞിട്ടുള്ളത് 5 കിലോ ആണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ ഇനി ബാക്കിയുള്ളത് 7 കിലോ കൂടിയാണ്. 7 കിലോ കൂടി കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആവും. ഇനി 7 കിലോ കുറയ്ക്കാനായിട്ട് എത്ര സമയം എടുക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്ത രീതിയിലല്ല സത്യം പറഞ്ഞാൽ വെയിറ്റ് ലോസ് പോകുന്നത്.
കാരണം നമ്മുടെ ബോഡിയിലെ എങ്ങനെയാണ് ഈ ഓരോ ഫുഡിനും റെസ്പോണ്ട് ചെയ്യുന്നത്, ഓരോ എക്സസൈസിനും റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാതെ നമ്മൾ ഒരു കലറി ബേസ്ഡ് അല്ല നമ്മൾ നമ്മുടെ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്ര കാലറി കുറഞ്ഞു അല്ലെ ഇത്ര കാലറിയാണ് ഡെയിലി ഇൻടേക്ക് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പകരം നമ്മൾ എത്ര വെയിറ്റ് ആണ് പ്രാക്ടിക്കലി നമ്മൾ ഇങ്ങനെ ചെയ്താൽ കുറയാ എന്ന് മാത്രമേ നമ്മളിപ്പം നോക്കുന്നുള്ളൂ. ഏതൊരു വെയിറ്റ് ലോസ് തുടങ്ങുന്ന സമയത്തും ആദ്യത്തെ വെയിറ്റ് കുറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ പിന്നീടുള്ള വെയിറ്റ് കുറഞ്ഞു കിട്ടാൻ കുറച്ചധികം ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്കതൊന്ന് എക്സ്പീരിയൻസ് നോക്കാം, എങ്ങനെയാണ് നമ്മുടെ ഒരു വെയിറ്റ് ലോസ് പാറ്റേണിൽ വെയിറ്റ് കുറഞ്ഞു വരുന്നത് എന്നുള്ളത്. ഞാൻ ഈ ഒരു വെയിറ്റ് ലോസിൽ വളരെയധികം ഹാപ്പിയാണ്. അതിന്റെ പ്രധാന കാരണം ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടല്ല ഈ ഒരു വെയിറ്റ് കുറയ്ക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അതോടൊപ്പം ഞാൻ മെന്റലി വളരെയധികം ഹാപ്പിയാണ്. എക്സസൈസ് ചെയ്യുമ്പോഴും ഹാപ്പിയാണ്, ബിക്കോസ് ഞാൻ സൂംബ ഡാൻസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. രാവിലെ എഴുന്നേറ്റ് ഒരു 3 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം എക്സസൈസ് ഇന്ന് ചെയ്തിട്ടില്ല, ബിക്കോസ് എനിക്ക് പീരീഡ്സിന്റെ ഫസ്റ്റ് ഡേ ആണ്. സോ എക്സസൈസ് ഞാൻ ഒഴിവാക്കി. അതിനുശേഷം 9 മണിക്ക് നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കഴിച്ചത് 2 പുഴുങ്ങിയ മുട്ടയും 1 ഓറഞ്ചും 1 കക്കിരിയുമാണ്. ഉച്ചയ്ക്ക് കഴിച്ചത് വാഴപ്പിണ്ടി ഉപ്പേരിയും 4 ചെറിയ പീസ് ചിക്കനും 1 റോബസ്റ്റ പഴവുമാണ്. വൈകിട്ട് കഴിച്ചത് ചിക്കൻ ബ്രോക്കലി സാലഡും 5 ചെറിയ പീസ് പൈനാപ്പിളുമാണ്. ചിക്കൻ ബ്രോക്കലി സാലഡ് ഉണ്ടാക്കാനായി കുക്കറിൽ ഉപ്പിട്ട് വേവിച്ചെടുത്ത ചിക്കൻ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുക. അതിലേക്ക് 1/2 കഷ്ണം സവാള, ആവിയിൽ വേവിച്ചെടുത്ത ബ്രോക്കലി, ക്യാപ്സിക്കം ഇവ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് അല്പം ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചെറുനാരങ്ങ നീരും ചേർത്ത് ഇളക്കിയെടുത്താൽ രുചിയേറിയ ചിക്കൻ ബ്രോക്കലി സാലഡ് തയ്യാറാക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.